ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രുചികരമായ വൻപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വൻപയർ മെഴുക്കുപുരട്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇത് വൻപയർ തോരനാണ്. അപ്പോൾ അത് കഞ്ഞിക്കൊപ്പവും കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു വൻപയർ തോരനാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുതിർത്തി വെച്ച വൻപയറാണ്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് കുതിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തിയെടുത്ത വൻപയറായിരിക്കണം. അപ്പോൾ ഒരു 250 ml ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ പയറെടുത്തത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 വിസിൽ ആയി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുതിർത്താത്ത വൻപയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 വിസിൽ വരെ വേണ്ടി വരും. കുതിർത്തിയ വൻപയറാണെങ്കിൽ ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഒരു 3 വിസിൽ ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിത് തുറന്നു. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് തോരന് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി. അതിൽ കൂടുതൽ വെളുത്തുള്ളി എടുക്കണ്ട. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല രുചി ഉണ്ടായിരിക്കും. പിന്നെ പയറൊക്കെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ അരയ്ക്കരുത്. ഇനി കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുക. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് ചേർക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി ആയിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക. ചെറിയ ഒരു പിടി ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ച നാളികേരം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അധികം നേരം ഒന്നിട്ട് വഴറ്റരുത് കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ച ആ പയറ് വെള്ളത്തോടെ ഇതിലേക്ക് ചേർക്കാം. അധികം വെള്ളമൊന്നും അതിൽ ബാക്കി ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ ആ വെള്ളം തന്നെ വറ്റിപ്പോവും. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തോർത്തിയെടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് നന്നായിട്ട് ഉലർന്ന് കിട്ടും. കാരണം ഇതിനി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തോർത്തിയെടുക്കുക പറയില്ലേ, നല്ല ഉലർന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പയർ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പയർ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ, പയറിങ്ങനെ ആ മണി വെവ്വേറെ കാണത്തക്ക രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഉലർന്ന രീതിയിലാണ് ഈ തോരൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ തോരൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്